മോഹൻലാൽ നായകനായ പുലിമുരുകൻ 100 കോടി ക്ലബിൽ കയറി മലയാളത്തിന്റെ ചരിത്ര നേട്ടത്തിന്റെ ഭാഗമായി. ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളുടെ പട്ടികയിൽ മോഹൻലാലിനെ അപേക്ഷിച്ച് വളരെ പിന്നിലാണ് മമ്മൂട്ടി. മോഹൻലാലിന്റെ 3 ചിത്രങ്ങൾ 50 കോടി കടന്നപ്പോൾ മമ്മൂട്ടിയുടെ ഒരു ചിത്രം പോലും ഈ പരിസരത്ത് എത്തിയിട്ടില്ല. എന്നാൽ അധികം വൈകാതെ മമ്മൂട്ടി 100 കോടി നേടും എന്നാണ് മെഗാസ്റ്റാറിന്റെ ഫാൻസിന്റെ വിശ്വാസം. അത് ആക്ഷൻ രംഗങ്ങളിലൂടെ ആയിരിക്കില്ല. മമ്മൂട്ടിയുടെ ഹിറ്റ് ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. ഹാസ്യത്തിന് പ്രാധാന്യം നൽകുന്ന മമ്മൂട്ടി ചിത്രങ്ങൾക്കാണ് റേറ്റിംഗ് കൂടുതൽ. രാജമാണിക്യവും പോക്കിരിരാജയും ഒക്കെ ഉദാഹരണം. മറ്റൊരു കോമഡി ചിത്രത്തിലൂടെ മമ്മൂട്ടി 50 കോടിയും 100 കോടിയും കടക്കും എന്നാണ് ആരാധകർ പറയുന്നത്. ഷാഫി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലാണ് മമ്മൂട്ടി അടുത്തതായി അഭിനയിക്കുന്നത്. ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയൊരുക്കുന്ന ചിത്രം 2017 റിലീസ് ചെയ്യും. ഈ ചിത്രം 100 കോടി നേടും എന്ന് മമ്മൂട്ടി ഫാൻസ് പറയുന്നു. സിദ്ദിഖിന്റെ എസ് ടാക്കീസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. സംവിധായകനിലുള്ള വിശ്വാസമാണ് ഈ ആത്മവിശ്വാസത്തിന് കാരണം. ഷാഫി ഏറ്റവും ഒടുവിൽ സംവിധാനം ചെയ്ത 2 കൺട്രീസ് എന്ന ചിത്രം മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളിൽ ഒന്നാണ്. ദിലീപും മമത മോഹൻദാസും ഒന്നിച്ച ചിത്രം 50 കോടിയിലേറെ കളക്ഷൻ നേടി. മമ്മൂട്ടി ഷാഫി കൂട്ടുകെട്ടിലാണ് പിന്നെ ആരാധകർക്ക് പ്രതീക്ഷ. തൊമ്മനും മക്കളും എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ഈ കൂട്ടുകെട്ട് ഏറ്റവും ആദ്യം ഒന്നിച്ചത്. പിന്നീട് മായാവി, ചട്ടമ്പിനാട്, വെനീസിലെ വ്യാപാരി എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടിയും ഷാഫിയും മമ്മൂട്ടിയും ഒന്നിച്ചു. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. എല്ലാവർക്കും നന്ദി.